friends, welcome to Ammu's World. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസിനെ പറ്റിയിട്ടാണ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഡെലിവറി കഴിഞ്ഞിട്ട് കൂടുതലായിട്ടുണ്ടാകുന്ന ഹെയർ ലോസ്, അതിനെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസും അതിൻ്റെ റീസൺസും റെമഡീസും എൻ്റെ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് സ്റ്റോറിയുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ മറ്റുള്ളവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് എനിക്ക് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്താണ് അതെന്ന് മനസ്സിലാക്കുക. എന്താണ് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസും നോർമൽ ഹെയർ ലോസും തമ്മിലുള്ള വ്യത്യാസം? നോർമൽ ഹെയർ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ നിന്ന് ഏജ്ഡ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് പൊഴിഞ്ഞു പോകുന്നതാണ് നോർമൽ ഹെയർ ലോസ്. അതൊരു എബൌട്ട് 100-150 ആ ഒരു റേഞ്ചിൽ ഒരു ദിവസം ഹെയർ ഫോളിക്കിൾസ് നമ്മുടെ തലയിൽ നിന്ന് പോകുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് അറിയാറ് പോലും ചിലപ്പോൾ ഇല്ല, കാരണം അതൊരു നോർമൽ പ്രൊസീജിയറാണ്. അത് നമ്മൾ അത്ര കൺസേൺ ആവുന്ന കാര്യമല്ല. പക്ഷേ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് എന്ന് പറയുന്നത് ഒരു കൂടുതലായിട്ടുള്ള ഒരു റേറ്റിൽ പെട്ടെന്ന്, അതും വളരെ പെട്ടെന്ന് കൂടുതലായിട്ടുള്ള റേറ്റിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് സ്കാൽപ്പിൽ നിന്ന് ഒരുമിച്ച് പൊഴിയാൻ തുടങ്ങുന്നതാണ് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ്. ഇതെന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര സിവിയറാണ്, കാരണം ഒരുപാട് കൂടിയ റേറ്റിൽ ഹെയർ പൊഴിയാൻ തുടങ്ങുകയും ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ഹെയർ ഒരുമിച്ച് പൊഴിയുകയും ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് സ്പോട്ട്സ് പോലെ ഫോം ചെയ്യുകയും ചെയ്യുന്നു. അത്രയ്ക്ക് ഭീകരമായ രീതിയിൽ വരെ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് പലരിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വളരെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലമായിട്ട് ചിലർ ഫേസ് ചെയ്യാറുമുണ്ട്. പോസ്റ്റ്പാർട്ടം ഹെയർ ലോസിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈസ്ട്രജൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ ഭയങ്കര കൂടുതലായിരിക്കും. ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഹോർമോൺ ആണല്ലോ. ഈസ്ട്രജൻ ഒത്തിരി കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ പൊഴിഞ്ഞു പോകാനായിട്ടുള്ള ഹെയർ, അതായത് നോർമൽ ഹെയർ ലോസിൻ്റെ റേറ്റ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതായത് പൊഴിഞ്ഞു പോകാനുള്ള ഹെയർ പൊഴിയാതെ അവിടെ തന്നെ റെസ്റ്റ് ചെയ്യാനും കുറേ നാളുകളും കൂടി അവിടെ തലയിൽ സ്കാൽപ്പിൽ തന്നെ റെസ്റ്റ് ചെയ്യാനും, അപ്പം നമുക്ക് കുറച്ചുകൂടെ തിക്ക് ഹെയർ പ്രഗ്നൻസി ടൈമിലുണ്ടായിരിക്കാനും ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ അതിൻ്റെ കൂടിയ ലെവൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയിൽ പലർക്കും കുറച്ചും കൂടെ മുടി കൂടാനും തിക്ക് ഹെയർ ഉണ്ടാവാനും ഈസ്ട്രജൻ്റെ ഹൈ ലെവൽസാണ് കാരണം. സോ ഇപ്പോൾ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് നമുക്ക് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്ക് ഹെയർ, അതുപോലെ നല്ല ഷൈനി ഹെയർ ഒക്കെ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പ്രഗ്നൻസിയിൽ. പക്ഷേ ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറയുമ്പം ഈ ഈസ്ട്രജൻ്റെ ലെവൽസ് സഡനായിട്ട് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈസ്ട്രജൻ്റെ ലെവൽസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും നാൾ ഹെയർ ഫോൾ ഇല്ലാതിരുന്ന, തലയിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹെയർ ഫോളിക്കിൾസ് ഈസ്ട്രജൻ്റെ ലെവൽ താഴ്ന്നതോടുകൂടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് ഇടയാവും. അങ്ങനെയാണ് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് ഹാപ്പൻ ചെയ്യുന്നത്. സോ അപ്പോൾ അത്രയും നാൾ നമ്മുടെ പൊഴിയാതിരുന്ന മുടികൾ ഒരുമിച്ച് പൊഴിയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ടുള്ള ഹെയർ ലോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി അത്രയും നാൾ നമ്മുടെ പൊഴിയേണ്ട ഹെയർ തന്നെയായിരുന്നു, അത് നമ്മുടെ തലയിൽ അത് പൊഴിയാതെ റെസ്റ്റ് ചെയ്യായിരുന്നേ ഉള്ളൂ. പക്ഷേ പ്രഗ്നൻസിയുടെ ടൈം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരുമിച്ച് പൊഴിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് ഹെയർ നമുക്ക് ലോസ് ആവുന്നതായിട്ടും ഒരുമിച്ച് ഹെയർ ഫോൾ സംഭവിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ആക്ച്വലി ഇത് പൊഴിയേണ്ട ഹെയർ തന്നെയായിരുന്നു, പക്ഷേ കൂടി ഈസ്ട്രജൻ്റെ ലെവൽസ് കൊണ്ടിട്ട് ഇത് തലയിൽ അത്രയും നാൾ അത് തലയിൽ സ്കാൽപ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ചെയ്യുന്നത് എബൌട്ട് ആഫ്റ്റർ ഡെലിവറി ഒരു 3 months, ചിലർക്ക് അതിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 3 months ആവറേജ് തൊട്ടാണ് പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലർക്കിത് ഒരു 6 months കൂടി സ്റ്റോപ്പ് ആവും. ചിലർക്ക് അപ് ടു ഒരു ബേബിക്ക് 1 year ആവുന്നത് വരെ പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അങ്ങനെ പല കേസുകൾ ഇങ്ങനെ പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസിൻ്റേതായിട്ടുണ്ട്. അപ്പം ഇത്രയാണ് പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇതൊരു നോർമൽ ഹോർമോൺ ലെവൽസിൻ്റെ ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്ന ഒരു നോർമൽ ഹെയർ ലോസ് ആണ്. ഇത് മിക്കവാറും എല്ലാവരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾക്ക് ഇതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളത്. കുറേ പേര് ഇപ്പോൾ ഇതിന് റെമഡി ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഹോർമോൺ ലെവൽസിൻ്റെ ഏറ്റക്കുറച്ചിലുകൊണ്ടുണ്ടാവുന്ന ഹെയർ ലോസ് ആയതുകൊണ്ട് തന്നെ, അതും ഒരു നാച്ചുറൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ, ഇതിനൊരു നോർമൽ നമ്മൾ ഹെയർ ലോസിന് ചെയ്യുന്ന റെമഡീസ് എല്ലാം ഇതിന് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെ ഹോം റെമഡീസ് അല്ലെങ്കിൽ നോർമൽ ഹെയർ ലോസിന് ചെയ്യുന്ന റെമഡീസ് കൊണ്ട് ഒരു പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസ് അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആകെ പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസിന് റെമഡീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ പ്രീനേറ്റൽ
പ്രീനേറ്റൽ വൈറ്റമിൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതായത് നമ്മൾ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം ഒക്കെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ, അത് സ്റ്റോപ്പ് ചെയ്യാതെ അപ്പോഴും പോസ്റ്റ് ഡെലിവറിയും കുറേ നാളത്തേക്ക്, അതായത് ഈ ഹെയർ ലോസ് ഒക്കെ ഒന്ന് നോർമലായി, സിറ്റുവേഷനൊക്കെ ഒന്ന് നോർമലായി, ഹെയർ ഫോളെല്ലാം ഹെയർ ഗ്രോത്ത് ഒക്കെ പഴയ സ്ഥിതിയിലാവുന്നത് വരെ ഈ പ്രീനേറ്റൽ വൈറ്റമിൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാവുന്നല്ല. അതല്ലാതെ ഒരു റെമഡി ആയിട്ട് പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ഫോളിന് അങ്ങനെ ഒന്നും പറയാറില്ല. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ മെയിനായിട്ട് പറയുന്ന കാര്യം ഇതാണ്, ലൈക്ക് കണ്ടിന്യൂ യുവർ പ്രീനേറ്റൽ വൈറ്റമിൻസ്, ടേക്ക് ഗുഡ് ഡയറ്റ് ആൻഡ് ഗുഡ് സ്ലീപ്പ്, അതുപോലെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ബോഡി വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യുന്ന കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നന്നായിട്ട് ഹെയർ തിക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1-2 months ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. ഒരു 3rd month സ്റ്റാർട്ടിങ് ആയപ്പോൾ തൊട്ട് ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മനസ്സിലായി ഇത് പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പം ഞാനും ഇതുപോലെ എല്ലാവരും കുറേ വറീഡ് ആവുമല്ലോ, അത്രയും ഹെയർ പ്രഗ്നൻസിയിൽ കൂടുകയും കൂടെ ചെയ്തിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് കുറേ ഇങ്ങനെ മുടി പൊഴിയുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമായിട്ട് നമ്മളും ഇങ്ങനെ കുറേ ഗൂഗിളിലൊക്കെ തപ്പി ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച്, മീൻസ് അത് ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഡെലിവറി കഴിഞ്ഞ് ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഇത് തന്നെയാണ് സിറ്റുവേഷൻ, എല്ലാവർക്കും ഹെയർ ലോസ് ആണെന്ന് ഇങ്ങനെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹെയർ ലോസ് ആയിട്ട് ഇങ്ങനെ പൊക്കും, നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കോമ്പ് വെക്കുന്ന ഉടനെ കുറേ മുടി ഇങ്ങനെ ഊരി വരികയായിരുന്നു. അങ്ങനെ ഒരു ഹെയർ ലോസ് ആണ് ആക്ച്വലി പോസ്റ്റ് ഡെലിവറി ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഞാൻ ആക്ച്വലി എൻ്റെ വിറ്റമിൻ സപ്ലിമെൻറ്റ്സ് എല്ലാം ഒന്നും കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കാൽഷ്യം മാത്രം കഴിച്ചിരുന്നു, അതുമാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുമാത്രം കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു മിറാക്കിൾ ഡ്രിങ്ക് എൻ്റെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. ആക്ച്വലി അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതോ ഹെയർ ലോസ് കുറയാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തതോ ഒന്നുമല്ല. ആക്ച്വലി എൻ്റെ മമ്മി എന്നും അത് കുടിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അതെന്നും കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നെയും കൂടെ മമ്മി അത് കുടിപ്പിക്കാനായിട്ട് നോക്കി, എനിക്കും എന്നും തന്നു. അപ്പം ഞാൻ ആക്ച്വലി അന്നൊന്നും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കുടിക്കാനായിട്ട്, ഞാൻ അങ്ങനെ കുടിക്കത്തില്ലായിരുന്നു. പക്ഷെ മമ്മി എന്നെ നിർബന്ധിച്ചിട്ട് അത് കുടിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതൊന്നും വേണ്ടിയില്ല, മമ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേബി ഫീഡ് ചെയ്യുന്നതല്ലേ, കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടട്ടെ, നല്ലതല്ലേ ബേബി ഫീഡ് ചെയ്യുന്ന കുഞ്ഞിന് ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിട്ട് അത് കുടിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്കയില്ലേ, നാട്ടിലെ നല്ല നെല്ലിക്കയുടെ ജ്യൂസായിരുന്നു. അപ്പം മമ്മി എന്നും അത് എനിക്ക് തരുമായിരുന്നു. എന്നും പറഞ്ഞാൽ എല്ലാ ദിവസമൊന്നും ഇല്ല, ഇടയ്ക്ക് ആഴ്ച 2-3 പ്രാവശ്യം ഇതിട്ടും ഞങ്ങളത് മമ്മി അത് ഉണ്ടാക്കി തരും, ഞാനത് കുടിക്കുമായിരുന്നു. അപ്പം അന്നൊന്നും എനിക്ക് ഇതിൻ്റെ ലൈക്ക് ബെനിഫിറ്റ്സ് അറിയത്തില്ല. ഓക്കെ, കുഞ്ഞിന് ഗുണം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനും അത് കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് കുടിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് 1-1.5 months അങ്ങനെ കുടിച്ചു കാണും. ഇടയ്ക്ക് ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ്, കാരണം ഞങ്ങൾക്കത് അറിയത്തില്ലല്ലോ, അങ്ങനെയൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നൊന്നുമില്ലായിരുന്നു. ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 അങ്ങനെ മമ്മി ഇങ്ങനെ നെല്ലിക്ക മേടിച്ചുകൊണ്ട് വെക്കും, അത് കഴിയുന്നവരെ കുടിക്കും. പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് വല്ലതും പോകുമ്പോഴേ നെല്ലിക്ക മേടിക്കത്തുള്ളൂ, അങ്ങനെ കിട്ടുമ്പോൾ കുടിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ എന്നിട്ടും ലൈക്ക് 1-1.5 months, എബൌട്ട് 2 months കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത് എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്കിപ്പം ഹെയർ ഫോൾ പിന്നെ കുറച്ചായിട്ട് അപ് ടു ഒരു 5-5.5 months വരെ ഉണ്ടായിരുന്നു ഹെയർ ഫോള്. 6 months ആയപ്പോഴത്തേക്ക് നോർമൽ രീതിയിലുള്ള ഹെയർ ഫോൾ ആയി, അത് കുറഞ്ഞു. അപ്പം ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് മാത്രമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അത് കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ ഹെയർ ഫോൾ ഒരു മാനേജബിൾ ആയതുപോലെയും ഹെയറിന് പഴയൊരു ടെക്സ്ചറൊക്കെ കിട്ടുന്നത് പോലെയും തോന്നി. അല്ലെങ്കിൽ തന്നെ നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ന്യൂട്രിയൻസ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ പോസ്റ്റ് പ്രഗ്നൻസി ഹെയർ ലോസിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് ദിസ് എ ട്രൈ. എന്തായാലും ദോഷമൊന്നും വരത്തില്ലല്ലോ, നല്ല ഡ്രിങ്കാണ്. അപ്പോൾ ഞാൻ ആ ഡ്രിങ്ക് എങ്ങനെയാണ് മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നുള്ള അതും കൂടി ഈ വീഡിയോയിലൊന്ന് കാണിക്കാം. അപ്പം പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഗീവ് ദിസ് എ ട്രൈ. എന്തായാലും കുട്ടിക്ക് വളരെ നല്ലതാണ്, നിങ്ങൾ ഫീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്കും വളരെ നല്ലതാണ്, ഹെയർ ഫോളിനും ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ 6 months ആയപ്പോഴത്തേക്ക് ഒരു നോർമൽ ഹെയർ ഫോളിൻ്റെ രീതിയിലേക്ക് അത് വന്നു.
സോ അപ്പോൾ അതാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം ഹെയർ ലോസിൻ്റെ സ്റ്റോറി. ഇവിടെ ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഞാനിപ്പോൾ അത് കുടിക്കുന്നൊന്നുമില്ല. ഇപ്പോഴും കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എടുക്കാനുള്ള മടിയും കൊണ്ടാണ്. ഇടയ്ക്ക് വാങ്ങിക്കും, കുടിക്കും, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിത് കുറച്ച് നെല്ലിക്ക കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഒരാഴ്ചയെങ്കിലും കുടിക്കാൻ പറ്റും, ഇടവിട്ട് കുടിക്കുവാണെങ്കിൽ. അല്ലാതെ എന്നും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇവിടെ അത്ര നല്ല നെല്ലിക്ക ഒന്നും കിട്ടാനും ഇല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല നെല്ലിക്ക കിട്ടും. അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ ഒരു ജ്യൂസറിൻ്റെ ബൗളിലേക്ക് ഞാനൊന്ന് പീസാക്കി ഒന്ന് കുരു കളഞ്ഞിട്ടൊന്ന് ഇടാൻ പോവാണ്. അപ്പോൾ ഈ നെല്ലിക്കയെല്ലാം ഞാൻ കുരു കളഞ്ഞിട്ട് ഈ ജ്യൂസറിൻ്റെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കണം, അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജ്യൂസാക്കി എടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി ഇതിൻ്റെ ആ പിഷടെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കും. ഒട്ടും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല, അത്രയും നല്ല സാധനമാണിത്. ഇത് ഞാനിവിടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിടും കേട്ടോ. അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നല്ല ഈ ഒരു കയ്പില്ലേ നെല്ലിക്കയ്ക്ക്, അതൊട്ടും അറിയത്തില്ല, നന്നായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് ഒരു ചെറിയ ഗ്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡ്രിങ്കാണ്. നിങ്ങളുടെ ഹെയർ ഫോളിന് ഇത് നല്ലൊരു റെമഡി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സോ ഇനി എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇപ്പോൾ ഇവിടെ ഒരാൾ കുറച്ച് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.